ഹായ്, കതിരവൻ. എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യങ്കാളി ആയിട്ട് മമ്മൂക്ക വരുന്ന സിനിമയെ കുറിച്ച് റിയാക്ട് ചെയ്യാമോ, അതിനെക്കുറിച്ച് സംസാരിക്കാമോ എന്ന് ചോദിച്ചിട്ട്. അതല്ലാണ്ട് ഒരുപാട് മെസ്സേജുകൾ ഇപ്പോ കമന്റ് ആയിട്ട് കുറെ വീഡിയോന്റെ താഴെ വന്നിട്ടുണ്ട്. അതായത് കതിരവൻ എന്ന് പറയുന്ന സിനിമ എന്തായി, മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ആ ഒരു ഒരു വലിയ വീരപുത്രനായിട്ട് മമ്മൂക്ക അഭിനയിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി അതിന്റെ ഡയറക്ടർ അരുൺ രാജ് തന്നെയാണോ, ഞാൻ ആ പേര് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, അത് മാറി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ പേര് സംവിധാനം ഛായാഗ്രഹണം അരുൺ രാജ്. അതെ, അരുൺ രാജ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും പുള്ളിക്കാരൻ ഫൈനലി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ സിനിമ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂലായിരുന്നു, അതിന്റെ കട്ട്സ് ഞാനോട് വെക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പുള്ളി ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, കുരിശ് എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമ ഒരു കുരിശായിരുന്നു, കാരണം അത് പുള്ളിക്കാരനൊരു കുരിശായി. വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. സമൂഹം സംസാരിക്കേണ്ട പല കാര്യങ്ങളും ഒക്കെ അടങ്ങിയുള്ള ഒരു പരിപാടിയായിരുന്നു, പക്ഷെ അത് വലിയ രീതിയിൽ വിവാദമാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് പല പല ആളുകൾ കാണാൻ ചാൻസ് ഇല്ല, ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. എന്തായാലും അയ്യങ്കാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പലതരത്തിൽ സംസാരിക്കാനുണ്ടാവും. എന്തായാലും വിക്കിപീഡിയ എന്താണ് പറയുന്നത് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം, കാരണം ഒരു മിസ്റ്റേക്ക് അതിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന അത്ര വലിയൊരു മനുഷ്യനാണ്, നമ്മൾ പറയുന്നതിൽ ഒരു മിസ്റ്റേക്ക് വരരുതല്ലോ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ആദ്യം അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. അത് ഇന്ത്യയിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും നിയമനിർമ്മാതാവും വിപ്ലവകാരിയുമായ മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച് ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാണ്. സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യങ്കാളി പോരാടിയത്. പുലയ സമുദായാംഗമായിരുന്ന അദ്ദേഹം സംഘാടനവും ശക്തിപ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിപ്പിച്ച് ശ്രദ്ധേയനായി. 1970 സാധുജന പരിപാലന യോഗം രൂപവത്കരിച്ച അദ്ദേഹത്തിന്റെ ഇടപെടൽ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. കേരള സ്പാർട്ടക്കസ് എന്ന് മഹാത്മാ അയ്യങ്കാളിയെ വിശേഷിപ്പിക്കാം. മലയാളത്തിൽ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല, ഇംഗ്ലീഷിൽ ചിലപ്പോൾ പറയുമ്പോൾ ആ വാക്കിന് വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. മഹാരാജാക്കന്മാരുടെ ചോരപ്പുഴ ചോരപ്പുഴ ഒഴുക്കിയ അശ്വമേധങ്ങളല്ല, മുമ്പ് ജാതി മേൽക്കോയ്മയുടെയും ഇപ്പോൾ നവഫാസികളുടെയും നേതൃത്വത്തിൽ സംഘർഷം മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജൈത്രയാത്രകളല്ല, അലങ്കരിച്ചൊരുക്കിയ 2 കാളകൾ വലിച്ച കാളവണ്ടിയാണ് കേരളത്തിന്റെ കുതിപ്പിന് വഴിവെട്ടിയത്. കാരണം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോലെ. ആക്ച്വലി ഇതൊരു ഫാൻമെയ്ഡ് ആണ്. അത് വന്നപ്പോഴൊക്കെ ഒരു കാളവണ്ടിയുടെ മുകളിൽ അയ്യങ്കാളിയുടെ വേഷത്തിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന്റെ ലാസ്റ്റ് അത് എന്തായാലും കാണിക്കാം. അയ്യങ്കാളി ജനനം 28 ഓഗസ്റ്റ് 1863 വെങ്ങനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തിരുവനന്തപുരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മരണം 18 ജൂൺ 1941, പ്രായം 77 വയസ്സ്, മദ്രാസ് പ്രസിഡൻസി ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് പുള്ളിനെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം. പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മളും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, ചില മിസ്റ്റേക്കുകൾ വന്നു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിക്കി പറയുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ 2 പോസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വൈറലായി ഈ ഒരു സിനിമ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് ഈ പോസ്റ്ററാണ്. അതായത് മമ്മൂക്കയുടെ ഒരു ഇരുട്ട് പോലെ കൊടുത്തിട്ടുള്ള ഒരു സ്ഥലത്ത്, ഏതൊരു സ്ഥലത്ത് മമ്മൂക്കേന്റെ ഒരു ഹാഫ് ഒരു സംഭവം, അയ്യങ്കാളിയുടെ ആ ഒരു തലക്കെട്ടുണ്ട്, തലപ്പാവുണ്ട്. ആൻഡ് ഇവിടെ ആ ഒരു പൊട്ട് നമുക്ക് കാണാം, ചന്ദന കൊണ്ടുള്ള പൊട്ട് നമുക്ക് കാണാം. എന്നിട്ട് പുറകിൽ എന്തോ ഒരു സംഭവം, അത് തീ കത്തുകയാണോ എന്തെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കുറെ ചാരമൊക്കെ പൊങ്ങിടക്കുന്നുണ്ട്, വയലും കാര്യങ്ങളും അവിടെ കാണാനുണ്ട്. സംവിധാനം ഛായാഗ്രഹണം അരുൺ രാജ്, കഥ തിരക്കഥ സംഭാഷണം പ്രദീപ് ആണ് ചെയ്തിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടി അവിടെയാണ് ഈ സിനിമയുടെ പ്രശസ്തി. അതിനു മുമ്പ് ഒരു പോസ്റ്റർ കൂടെ ഉണ്ട്, ആ പോസ്റ്ററോടെ ഞാൻ കാണിക്കാം. ഇതാണ് ആ പോസ്റ്റർ. ഇതാണ് ഞാൻ പറഞ്ഞ കാളവണ്ടി, മണികെട്ടിയ കാളവണ്ടി എന്നാണ്, 2 മണിക്കാളകൾ. അതിന്റെ മുകളിൽ നിൽക്കുന്ന അയ്യങ്കാളിയായി മമ്മൂക്ക. ഇതാണ് കിഡിലൻ പോസ്റ്റർ. ഇത് ഫാൻമെയ്ഡ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, ഇതിനെ ഒഫീഷ്യലി എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയാത്തത്. പക്ഷെ ഫാൻമെയ്ഡ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. കിഡിലൻ പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഫാൻമെയ്ഡ് ആണെങ്കിൽ, ഒഫീഷ്യൽ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു പറയേണ്ടി വരും. കാരണം ഇവിടെ നമുക്ക് ആ ഒരു വരച്ചു വെച്ചേക്കുന്ന ഫീല് നമുക്ക് വരുന്നുണ്ട്. കതിരവൻ എഴുതിയിരിക്കുന്ന ഈ എഴുത്തും അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, റെഡിലാണ്. ഹിസ്റ്ററി ഓഫ് ആക്ഷൻ
എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. പിന്നെ ചുറ്റും കുറേ ആളുകളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കളരിപ്പയറ്റൊക്കെ പഠിച്ചിട്ടുള്ള കുറച്ച് ആളുകളെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യങ്കാളി നിൽക്കുന്നത് തലപ്പാവ്, വെള്ളമുണ്ട്, അതും പണ്ടത്തെ ആ കെട്ടാണ്, അങ്ങനെ ഞൊറിയുള്ള പോലെയുള്ള ഇതാണ്. കോട്ട് ഇട്ടിട്ടുണ്ട്, കയ്യിലൊരു വാളുണ്ട്, ആൻഡ് അരയിൽ ആ കെട്ടും കിട്ടും. ഒന്നും പറയാനില്ല. ഇതാണ് സംഭവം. ഇനി ഞാൻ പറഞ്ഞ പോലെ ഇവിടെയാണ് പ്രശസ്തി എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഈ ക്യാരക്ടർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? പഴശ്ശിരാജ, അതുപോലെ നമ്മുടെ വടക്കൻ വീരഗാഥ, അതുപോലെ വേറെയും കുറെ പടങ്ങളുണ്ട്. പിന്നെ നമ്മുടെ അംബേദ്കർ, പിന്നെ പഴയൊരു സിനിമ എനിക്ക് അതിന്റെ പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഇങ്ങനെ വീരപുരുഷന്മാരായി മമ്മൂക്ക വന്നിട്ടുള്ള എല്ലാ സിനിമയും കിഡിലൻ സാധനങ്ങളായിരുന്നു. പല ആളുകളും മാമാങ്കം ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. മാമാങ്കം ഫ്ലോപ്പാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ മാമാങ്കത്തിന് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും, ആദ്യം ഒരു ഡയറക്ടർ വന്നു, അത് പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായി, അത് പകുതി വെച്ച് നിന്നു. പിന്നീട് പത്മകുമാർ വന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റു. പപ്പേട്ടൻ അത് മുഴുവനായിട്ട് ചെയ്തിട്ടില്ലായിരുന്നു, കുറെ ചെയ്തു വെച്ചിരുന്ന ബാക്കി പൂർത്തിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ പലതരത്തിൽ വിവാദങ്ങൾ വന്നിട്ടുള്ള സിനിമയാണ് മാമാങ്കം എന്ന് പറയുന്ന സിനിമ. പിന്നെ അതൊന്നും അല്ലാണ്ട് അങ്ങ് ഫ്ലോപ്പായി പോയി. 5 വയസ്സൊക്കെ ഇല്ലാത്ത സിനിമയാണെന്ന് പറയേണ്ടി വരും. മമ്മൂക്കയാണെങ്കിലും വളരെ മോശമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ പടം കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഇങ്ങനെ പല വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടർ വൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പഴശ്ശിരാജായിട്ട് വന്നപ്പോ, അംബേദ്കർ ആയിട്ട് വന്നപ്പോ, അങ്ങനെ എപ്പോഴൊക്കെ ഇങ്ങനെ ചന്തു ആയിട്ട് വന്നു, മറക്കാൻ പറ്റുമോ? അതൊക്കെ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. അതൊക്കെ മമ്മൂട്ടി പറഞ്ഞതിന്റെ അത്രയും പഞ്ചിൽ വേറെ ആരാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോ അത്രയും ഇപ്പൊ നമ്മുടെ എന്താണ് അമ്പിളിച്ചേട്ടൻ, അതായത് ജഗതി ചേട്ടൻ ഒരു ഒരു സ്ഥലത്ത് ഒരു വലിയ ഫംഗ്ഷന് മുമ്പിൽ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, എനിക്കത് കറക്റ്റ് ഏതാണ് ഫംഗ്ഷൻ എന്ന് ഓർമ്മയില്ല, പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ഗാംഭീര്യമുള്ള ഇത്തരം ക്യാരക്ടർ ചെയ്യാൻ മമ്മൂട്ടി കഴിഞ്ഞേ ആളുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അത് മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ ബാക്കിയുള്ള ആളുകൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഫോറിനേഴ്സിനെ, കാരണം നമ്മുടെ മലയാള തനിമയുള്ള നമ്മുടെ നായകന്മാരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ ഫോറിനേഴ്സിന് അവിടെ സാധനമില്ല. സോ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്തരത്തിലൊരു നടനില്ല എന്നുള്ളത് എന്തൊക്കെ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും എത്ര ആളുകൾ കുറ്റം പറയാൻ ശ്രമിച്ചാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് അറിയാവുന്ന നഗ്നമായ ഒരു സത്യമാണ്, അല്ലേ? ഒന്നുകൂടാത്ത, അല്ലെ, ഡ്രസ്സിടാത്ത സത്യമാണ്. സോ അതിനെ മാറ്റിവെക്കാൻ ആർക്കും കഴിയില്ല. വെറുതെ നമുക്ക് പറയാം, ഒരു ഹേറ്റർ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉരുകൊട്ടാം, അമ്മാതിരി പറച്ചിലുകൾ പറയാമെന്നല്ലാതെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അതും ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ഗാംഭീര്യം, അവരുടെ ആ ഒരു പവർ, ആ ഒരു ഡ്രസ്സിങ്ങിലാണെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെങ്കിലും രൂപത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു മാറ്റം കൊണ്ടുവന്ന ആ ക്യാരക്ടറാണ് എന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കാൻ ഒരു പക്ഷേ മമ്മൂക്കയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് മമ്മൂക്കയ്ക്ക് മുമ്പ് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും ശരി, മമ്മൂക്കയ്ക്ക് ശേഷമുള്ള ആളുകളാണെങ്കിലും ശരി, നിലവിൽ ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിലും ശരി, പല ആളുകളും യുവാക്കൾ ചെയ്തിരുന്നെങ്കിൽ, ചെറുപ്പക്കാർ ചെയ്തിരുന്നെങ്കിൽ പറഞ്ഞിട്ട് ഈ പല വാർത്തകളും ഇതിനെ കുറിച്ച് വരുന്നുണ്ട്. അതിന് താഴെ കമന്റുകൾ കാണാം. പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും മാരാരുടെ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയുടെ തട്ട് അത് താണ് തന്നെ ഇരിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ആർക്കും വേണ്ട എന്ന് അതിശക്തമായി ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. അതിനുള്ള അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് പുള്ളിക്കാരൻ തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സിനിമ നടക്കും തന്നെയാണ് പറയുന്നത്. പല ആളുകളും അരുൺ രാജാണ് സംവിധാനം എന്നുള്ളത് കൊണ്ട് അതാണ് ഒരു പേടി എന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഛായാഗ്രഹണം ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ കുരിശ് എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യം പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ആരും അറിയാതെ, ശ്രദ്ധിക്കപ്പെടാതെ, ആ വിവാദങ്ങളിൽ മുങ്ങിയൊന്നും അല്ലാതെ പോവാണ് ചെയ്തത്. എന്തായാലും നമുക്ക് അത് മാറ്റിവെക്കാം. പുതിയൊരു സിനിമ, അത് മമ്മൂക്കേനെ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ, അതും അയ്യങ്കാളി എന്നൊക്കെ പറയുന്ന, മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു വലിയ കഥാപാത്രത്തെ, ജീവിച്ചിരുന്ന ഒരു വീര പുരുഷനെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായുള്ള പ്രിപ്പറേഷൻ നമ്മുടെ അരുൺ രാജൻ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കാം. മാത്രമല്ല മമ്മൂക്ക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 by 1 അത്രയും കിഡിലൻ ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഡിഫറെന്റ് ജോണറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ഇതിൽ തല വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ആ ഡയറക്ടർക്ക് മുന്നോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ എന്നെ പോലെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി അങ്ങനെ തോന്നുന്നില്ല, ഇതൊരു ഫ്ലോപ്പായി പോകുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. കമന്റ് സെക്ഷൻ വെറുതെ തുറന്നിട്ടിരിക്കുന്നു, ഒരു ഓപ്പൺ പുസ്തകമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും കമന്റ് ഇട്ട് ആഹ്ലാദിപ്പിൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ വിവരങ്ങൾ പറയാത്ത, കൂടുതൽ അപ്ഡേറ്റ് വരാത്തതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ പറയാൻ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ് വരുമ്പോൾ കൂടുതൽ വീഡിയോസായി നമ്മൾ മുന്നോട്ട് വരുന്നതായിരിക്കും എന്നൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് ടാറ്റ, ബൈ ബൈ.